ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ വിസ്മയ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ മീഷോയിൽ തന്നെ കുറച്ച് സാധനങ്ങൾ തപ്പി തിരഞ്ഞെടുത്തോട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ വേഗം നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഞാനൊരു ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് 2 ലിറ്ററിൻ്റെ ആണ് കേട്ടോ. 2 ലിറ്ററിൻ്റെ വലിയൊരു ജിം ബോട്ടിലാണ് ഇത്. അതായത് ഇതിൽ ടൈം മാർക്കറൊക്കെ ഉണ്ട്. നമുക്ക് ജിം ബോട്ടിൽ എന്നാണ് പറയുന്നത്, പക്ഷെ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. ഓഫീസിൽ വേണമെങ്കിൽ കൊണ്ടുപോകാം. ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്, നമ്മൾ ട്രാവൽ ചെയ്യുവാണെങ്കിൽ നമുക്കിപ്പോൾ കാറിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരു ബോട്ടിലുണ്ടെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇത് സിപ്പർ ബോട്ടിലാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു എനിക്കിഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. ദാറ്റ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇവിടെ ഒരു സംഭവം കണ്ടോ, അതിവിടെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അടിപൊളിയല്ലേ? അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ സ്റ്റിക്കറൊക്കെ വരുന്നുണ്ട്. സോ നമുക്ക് സ്റ്റിക്കറൊക്കെ ഒടിച്ച് ഇത് ബ്യൂട്ടിഫുൾ ആക്കാം. പക്ഷെ ഞാൻ ആക്കിയിട്ടില്ല. എനിക്കിങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. കാരണം സ്റ്റിക്കേഴ്സ് എല്ലാം കുറച്ചിങ്ങനെ ക്യൂട്ട് സാധനങ്ങളൊക്കെയാണ്. അത് കുറച്ചുകൂടെ കുട്ടികൾക്ക് നല്ലതെന്ന് എനിക്ക് തോന്നി. എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇതിലാണെങ്കിലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു മോട്ടിവേഷൻ കിട്ടാൻ പാകത്തിനുള്ള കുറേ സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഇവിടെ നമുക്ക് മെഷർമെൻ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട്. സോ നമുക്കിങ്ങനെ വെള്ളം കുടിക്കാനായിട്ട്, അതായത് മടിയുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കര ഒരു മോട്ടിവേഷൻ സംഭവമായിരിക്കും. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ആണ്, ഫൈബർ അല്ല, പ്ലാസ്റ്റിക് ആണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ അതാണ് ചെറിയൊരു ഡ്രോബാക്ക്. പക്ഷേ ഇതിൻ്റെ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് സൂപ്പറാണ് കേട്ടോ. ഇത് ഭയങ്കര വൃത്തിയാണ്. ഇതിൻ്റെ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. പിന്നെ ഇത് ഓപ്പൺ ചെയ്യാനും അതിന് ഹാൻഡിൽ ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. പിന്നെ ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിൽ ഇങ്ങനത്തെ 3 പീസായിട്ടാണ് വന്നേക്കുന്നത്. ഇത് മീൻസ് ഇത് നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ, യെസ്, ഇതും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് സിപ്പറാണ്. പിന്നെ ഇതിൻ്റെ താഴെ ഇങ്ങനൊരു സംഭവമുണ്ട്. അപ്പം നമുക്കാണെങ്കിൽ ഏറ്റവും അടിയിൽ നിന്ന് തന്നെ വെള്ളം നമുക്ക് എടുക്കാൻ പറ്റും. അതായത് ഇതിങ്ങനെ മടങ്ങുന്ന സംഭവമാണ് ഇതിൻ്റെ അടിയിലുള്ളത്. ഇങ്ങനെയാണ് കേട്ടോ. കണ്ടില്ലേ? ഈ ഒരു ബോട്ടിൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. നിങ്ങൾ എന്തായാലും മസ്റ്റ് ബൈ ആയിട്ട് ഞാൻ പറയും. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ കളറാണെങ്കിൽ ഞാൻ ബ്ലൂ ഷെയ്ഡ് എടുത്തേ ഉള്ളൂ. ബ്ലൂ അല്ല, ഇതിൽ ബ്രൗൺ 3-4 കളേഴ്സ് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്യാം. ഇത് ഭയങ്കര സൂപ്പറാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ വാങ്ങാനേ ഞാൻ പറയുള്ളൂ. അത്രയും വൃത്തിയായിട്ടുള്ളൊരു സംഭവമാണ്. കണ്ടില്ലേ? നല്ല ഒരു ക്ലാസ് ലുക്കുണ്ട്. അതുപോലെ തന്നെ നമുക്കിങ്ങനെ വെള്ളം കുടിക്കാനായിട്ട് ഒരു മോട്ടിവേഷൻ ഈ ഒരു ബോട്ടിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ഇത്തിരി വെള്ളം കുടിച്ചേക്കാന്ന് തോന്നും. അങ്ങനത്തെ ഒരു ഡിസൈനും എല്ലാം സൂപ്പറാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയിലാണ് വന്നേക്കുന്നത്. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 243 243 രൂപയ്ക്കാണ് നമുക്ക് ഈ ഒരു ബോട്ടിൽ കിട്ടുന്നത്. ആ ഒരു റേറ്റിൽ ഇത് സൂപ്പറാണ്, അടിപൊളിയാണ്. ഇതിൻ്റെ ലിങ്കും അതുപോലെ തന്നെ കോഡൊക്കെ ഞാൻ തന്നേക്കാം. കോഡ് ഇപ്പോൾ വേണമെങ്കിൽ പറയണം, വേണ്ട, കോഡ് ഞാൻ കൊടുത്തേക്കാം. കോഡും ലിങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇത് എന്തായാലും നിങ്ങൾ വാങ്ങണമെന്നേ ഞാൻ പറയത്തുള്ളൂ. സോ ഇത്രേ ഉള്ളൂ ഫസ്റ്റ്. പിന്നെ നമ്മുടെ സെക്കൻഡ് പ്രൊഡക്റ്റ് വന്നിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ഫ്ലവർ വേസ്, അതായത് ഇങ്ങനെ മെറ്റൽ പീസാണ് ഇത് വരുന്നത്. ഇത് 2 നമുക്ക് കിട്ടുന്ന ഒരു കോംബോയാണ് ഞാൻ ഓർഡർ ചെയ്തത്. അതായത് നമ്മളിപ്പോൾ ഷോക്കേസിലൊക്കെ വെക്കുവാണെങ്കിൽ 2 ഇങ്ങനെ പെയറായിട്ട് ഇരിക്കുമ്പോഴാണല്ലോ ഭംഗി. അങ്ങനെ 2 ഉള്ളൊരു കോംബോയാണ് ഞാൻ എടുത്തത്. പിന്നെ ഇതിൻ്റെ ആണെങ്കിൽ ഒരു മെറ്റാലിക് ഫിനിഷാണ് വരുന്നത്. പക്ഷെ ആ ഗോൾഡൻ ഫിനിഷാണ് വരുന്നത്. പക്ഷെ നമ്മുടെ കയ്യിൽ ഇച്ചിരി പെയിൻറ്റ് പറ്റുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഹൈലൈറ്ററൊക്കെ പോലെ കുറച്ച് കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അല്ല, ഒട്ടിപ്പിടിക്കുകയല്ല, ഇങ്ങനെ തൂക്കുമ്പോൾ കുറച്ച് ഇങ്ങനെ കയ്യിലിങ്ങനെ തിളക്കം വരുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല, അതായത് വെയിറ്റൊക്കെ ഉള്ള നല്ല മെറ്റലാണ് ഇതിൽ വന്നേക്കുന്നത്. ഇങ്ങനെയാണ് 2 കോംബോ വരുന്നത്. ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. 2 ഇങ്ങനെയാണ് നന്നായിട്ട് വെൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലെയാണ്. ഇത് ആക്ച്വലി നിങ്ങൾ മീഷോയിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ദാറ്റ് ഭയങ്കര കോമൺ ആയിട്ട് ഒത്തിരി പേര് വാങ്ങിയിട്ടുണ്ട്. ഒത്തിരി സെല്ലേഴ്സും ഉള്ളൊരു സംഭവമാണിത്. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് വേണേലും, ഇപ്പോൾ ഫ്ലവർ ആണെങ്കിൽ ഫ്ലവർ എന്ത് വേണേലും ഇട്ട് വയ്ക്കാം. സോ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 2 കൂടിയിട്ട് ആകെ അതിൻ്റെ റേറ്റ് വന്നിട്ട് 185 ആണ്. 185 രൂപയ്ക്കാണ് നമുക്ക് ഈ 2 പീസ് വരുന്നത്. നല്ല ഇതാണ് കേട്ടോ. നല്ല ഓക്കെ, ഈ ഒരു മെറ്റലിന് സൗണ്ട് കേട്ടില്ലേ? നമ്മൾ പിടിക്കുമ്പോഴാണെങ്കിലും നല്ല വെയിറ്റ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇത് 2 വാങ്ങാവുന്നതേ ഉള്ളൂ. 185 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഉള്ളൂ കേട്ടോ. ഇത് കിട്ടുന്ന ഞാൻ എടുക്കുക. ഇതുപോലത്തെ കുറച്ച് ടവൽസ് ആണ് എടുത്തത്. ടവൽ എന്ന് പറഞ്ഞാൽ ഇതൊരു ഹാൻഡ് കർച്ചീഫ് നമുക്ക്
മൈക്രോ ഫൈബർ, സോഫ്റ്റ് മൈക്രോ ഫൈബറാണ് ഇതിൻ്റെ ഫാബ്രിക് വന്നേക്കുന്നത്. ഇങ്ങനത്തെ 12 പീസാണ് ഞാൻ വാങ്ങിയേക്കണേ. ഇങ്ങനെ ഈ ഒരു പാക്കറ്റിൽ 12 പീസ്. ഇതിൻ്റെ കളേഴ്സ് നമുക്ക് അതായത് ഒരു കളറിന് തന്നെ 2 പീസാണ് കിട്ടുന്നത്. ഇപ്പോൾ ഈ പിങ്കിൻ്റെ 2 പീസ്, അതുപോലെ വൈറ്റ് വരുന്നുണ്ട്, ഒരു പീച്ച് ഷെയ്ഡ്, ബ്ലൂവ്, ഒരു പർപ്പിൾ ഷെയ്ഡ്. പക്ഷേ നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത്രേ ഉള്ളൂ, ഒരുപാട് വലിപ്പമല്ല, ഒത്തിരി വലിപ്പമല്ല, ഒത്തിരി ചെറുതുമല്ല, ഒരു നോർമൽ സൈസിലാണ് ഇത് വരുന്നത്. നല്ല സോഫ്റ്റാണ്. 2 സൈഡും ഒരുപോലെ തന്നെ. ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെയാണ് ഫിനിഷ് ചെയ്തേക്കണത്. സ്റ്റിക്കർ പോലത്തെ ഒരു വർക്ക് വന്നിട്ടുണ്ട്. അതായത് ഇത് എംബ്രോയിഡറി വർക്കല്ല, ഇത് സ്റ്റിക്കർ എന്തോ ഒട്ടിച്ചേക്കണാണ്. സോ ഇതൊരു 2-3 വർഷം കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ കാര്യം തീരുമാനമാകും, ഈ ഒരു സ്റ്റിക്കറിൻ്റെ കാര്യത്തിൽ. ഇതും രസമുണ്ട് കേട്ടോ. നമുക്ക് 12 പീസാണ് കിട്ടണത്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സോഫ്റ്റാണ്, മൈക്രോ ഫൈബറാണല്ലോ. സോ ഇതും എനിക്കിഷ്ടപ്പെട്ടു, രസമുണ്ട്. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 169 ആണ്. 169 രൂപയ്ക്കാണ് നമുക്ക് ഈ ഒരു 12 പീസിൻ്റെ ഈ ഒരു കർച്ചീഫ് കിട്ടുന്നത്. ആ ഒരു റേറ്റിലും ഇസ് ഗുഡ്, കൊള്ളാം, എനിക്കിഷ്ടമായി കേട്ടോ. സോ ഇനി നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട്, ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയുള്ളൂ. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ട ഒരു സംഭവമാണിത്. ഇതാണെങ്കിൽ 10 പീസുള്ള ഇങ്ങനെ ഒരു പെൻ പൗച്ച്. പെന്നോ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വിടാം, പൗച്ചാണിത് കേട്ടോ. പൗച്ച് ഇത് യൂണിക്കോൺ ആണ് വരുന്നത്. ഇതിലേറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇത് സിപ്പറാണ്. അത് മാത്രമല്ല, ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാളും നല്ല സൈസ് വ്യത്യാസമുണ്ട്. അതായത് ലാർജറാണ്, കുറച്ചുകൂടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും ബിഗർ സൈസിലാണ് ഇത് വരുന്നത്. ഒരു യൂണിക്കോൺ ആണ്, എല്ലാത്തിലും യൂണിക്കോൺ ആണ് വരുന്നത്. പിന്നത്തെ ഇതിൻ്റെ ക്വാളിറ്റി എനിക്കിഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ക്വാളിറ്റിയും അതുപോലെ സൈസും അതുപോലെ ഈ സിപ്പറൊക്കെ ആണെങ്കിലും ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ളതാണ് കേട്ടോ. നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു സിപ്പർ ഇങ്ങനെ അങ്ങ് കൊണ്ടുപോയാൽ മതി. നല്ല അടിപൊളിയായിട്ടിരിക്കും, കണ്ടില്ലേ? നല്ല രസമുണ്ട്, നല്ല ക്വാളിറ്റി തന്നെയാണ് ഇത് കൂടുതലും ഞാൻ വാങ്ങേണ്ട ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പേന പെൻസിലിൽ ഇടാൻ മാത്രമല്ല, ഇപ്പോൾ ബാഗിലൊക്കെ ആണെങ്കിലും നമുക്ക് എല്ലാം കൂടെ ഇങ്ങനെ കൂടി പിടിച്ചിടേണ്ട ആവശ്യമില്ല. നമ്മുടെ മേക്കപ്പ് സെറ്റ് ആണെങ്കിൽ ഇപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ ഒരു ഇതിലിടാം, അല്ലെങ്കിൽ എല്ലാം കൂടെ ഇതിലിടാം. പിന്നെ നമ്മുടെ വേണമെങ്കിൽ നമ്മുടെ ഫോൺ ഇതിലിടാം. അങ്ങനെയുള്ള രീതിയിൽ ഞാൻ പല യൂസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ടത്. പിന്നെ നമുക്കിപ്പോൾ ട്രാവലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ പല സാധനങ്ങളും നമ്മുടെ കയ്യിൽ കരുതുമല്ലോ, അപ്പോൾ അതെല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്തിടാം. ഞാനാണെങ്കിലും അത്യാവശ്യം ട്രാവലൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും തന്നെ യൂസ് വരുന്ന ഒരു സംഭവമാണ് ഇങ്ങനത്തെ പൗച്ചുകളൊക്കെ. എനിക്കിത് വേറെ പൗച്ചുകളൊക്കെ എൻ്റെ ഉണ്ട്, പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. ഇതും നിങ്ങൾക്ക് മസ്റ്റ് ബൈ ആണ്. ട്രാവലൊക്കെ ഒരു ട്രാവൽ ഫ്രണ്ട്ലി ആണ്. ഈ 10 പീസ് വരുന്നതിൽ 115 115 രൂപയ്ക്കാണ് 10 പീസ് വരുന്നത്. അതായത് ഒരെണ്ണത്തിന് ഒരു 15 രൂപയൊക്കെ റേറ്റ് വരും. ആ ഒരു റേറ്റിലുള്ളതുണ്ട് ആക്ച്വലി. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണിത് വരുന്നത്. കുറച്ച് കുറച്ചല്ല ട്രാൻസ്പെറൻ്റ് ആണ്, എന്നാലും പക്ക ട്രാൻസ്പെറൻ്റ് അല്ല, കുറച്ചൊരു ഫെയ്ഡായിട്ടുള്ളൊരു കളറാണ്. സോ ഇതായിരുന്നു നമ്മുടെ നെക്സ്റ്റ് ഈ പ്രോഡക്റ്റ്. അപ്പോൾ ഇതിന് 115 രൂപ. ഇനി അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലിയൊരു പാക്കറ്റാണ് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാനാണെങ്കിൽ മഗ്, അപ്പം അത് ഞാൻ ഓർഡർ ചെയ്തതായിരുന്നു. ശരി, ഇതിങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇത് ടീ കപ്പാണ്. സെറ്റ് ഓഫ് 6 പീസുള്ള ടീ കപ്പാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇങ്ങനെയാണ് വരുന്നത്. ആക്ച്വലി കാണാൻ നല്ല ഭംഗിയുണ്ട്, എങ്കിലും നിങ്ങൾക്ക് ഞാൻ ഈ കോഡ് തരുമ്പോഴത്തേനും കയറി നോക്കുമ്പോൾ ഒരു പിക്ചർ കാണാൻ പറ്റും. അതാണ് ഞാൻ ഓർഡർ ചെയ്തത്. അതിൽ നിന്ന് ഇതിൻ്റെ ഡിസൈനും വ്യത്യാസമുണ്ട്. സോ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല ഈ ഒരു പ്രോഡക്റ്റിൽ കേട്ടോ. ഇത് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഇഷ്ടമാണ്, നല്ലതാണ്. അതായത് എനിക്ക് കിട്ടിയേക്കണ ഡിസൈൻ ഇങ്ങനെ ടീ എന്ന് എഴുതിയേക്കണതാണ്. ടീ നല്ലതാണ്, വൃത്തിയായിട്ടുണ്ട്, ഭംഗിയുണ്ട്. പക്ഷേ ഞാനിത് ഓർഡർ ചെയ്തത് ഇതിലും ഡ്രസ്സുള്ള ഇങ്ങനെ ക്യാമലും അങ്ങനെയൊക്കെ കുറച്ചുകൂടെ ഭംഗിയുള്ള ഒരു ഡിസൈനിലാണ് ഞാൻ ഓർഡർ ചെയ്തത്. അതല്ല എനിക്ക് കിട്ടിയത്. എനിക്കിങ്ങനെ ടീ എന്ന് എഴുതിയേക്കണ ഒരു മഗ്ഗാണ്. എല്ലാത്തിലും ഒരേ പ്രിൻ്റ് തന്നെയാണ് കേട്ടോ, എല്ലാത്തിലും ഒന്നും തന്നെയാണ്. പക്ഷെ ഒരെണ്ണത്തിന് മാത്രം കുറച്ചിങ്ങനെ ഫെയ്ഡായിട്ടുണ്ട്. പക്ഷെ ഇത് കൊള്ളാം. പിന്നെ ഇതിൻ്റെ നമ്മുടെ ഈ ഒരു മൗത്തിൻ്റെ ഒരു മൗത്തില്ലേ,
അത് കുറച്ചുകൂടെ നാരോ ആയിട്ടുള്ള, നമ്മളെപ്പോഴും കാണുന്നത് ഇങ്ങനെ അടിയിൽ നാരോ ആയിട്ട് പിന്നെ ഇങ്ങനെ മുകളിൽ വിടർന്ന് വരുന്നതാണല്ലോ. ഇത് നേരെ തിരിച്ചാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ചൊരു വെറൈറ്റി സംഭവമാണ്. അപ്പം ഇതും കൊള്ളാം. സെറാമിക് ആണ് വരുന്നത്, സെറാമിക് കപ്പാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളൂ. നമുക്കിത് ഡെയിലി യൂസിനൊക്കെ ആണെങ്കിലും നമുക്ക് വീട്ടിൽ ചായയും കാപ്പിയും എല്ലാം കുടിക്കാനായിട്ട് ഇത് ഭയങ്കര അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. ഈ ഡിസൈൻ്റെ കാര്യത്തിൽ മാത്രം എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. സോ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷേ ക്വാളിറ്റി നല്ലതാണ്. അതുപോലെ എല്ലാം ഒന്നും എനിക്ക് പൊട്ടിയിട്ടൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ വന്നേക്കണം. നല്ല പാക്കേജിങ്ങിലാണ് പാക്കേജിങ് ഒക്കെ സൂപ്പറായിരുന്നു. സോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 357 ആയിരുന്നു. 375 രൂപയ്ക്കാണ് നമുക്ക് ഈ 6 പീസ് വരുന്ന ഈ ഒരു മഗ്ഗിൻ്റെ സെറ്റ് വരുന്നത്. കളേഴ്സ് എല്ലാം നല്ലതാണ് കേട്ടോ. നല്ല പേസ്റ്റൽ കളേഴ്സിൽ തന്നെയാണ് എല്ലാം വന്നേക്കണം. നല്ല കളേഴ്സും നല്ല ഡിസൈനും എല്ലാം നല്ലതാണ്. സോ ഇതിൻ്റെ കോഡ് വേണമെങ്കിൽ, കോഡെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സോ ഇപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബാഗാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് ഡ്രസ്സിനേക്കാളും കൂടുതൽ ഇതുപോലെ ബാഗുകൾ അല്ലെങ്കിൽ ഫുഡ് വെയർസിനോടൊക്കെ കുറച്ചുകൂടെ പ്രൈസ് കൂടുതലാണ്. അപ്പോൾ എൻ്റെ ബാഗ് കളക്ഷനിൽ അടുത്തൊരു ആളുകൂടെ കൂടിയിട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതുപോലത്തെ ബാഗ് വാങ്ങണമെന്ന് ഒരുപാട് കാലമായി ഇങ്ങനെ ആഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിയില്ല, പക്ഷെ വാങ്ങണമെന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്തായാലും ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ മീൻസ് നമ്മുടെ ഇപ്പോൾ ഫോൺ അല്ലെങ്കിൽ മേക്കപ്പ് സാധനങ്ങളൊക്കെ, അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഇതിൽ ഇട്ടുകൊണ്ട് പോകാം. പിന്നെ എൻ്റെ പ്രതീക്ഷേനേക്കാളും, അതായത് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കുറച്ചുകൂടെ വലുതായിട്ടാണ് കിട്ടിയേക്കുന്നത്. ഞാൻ പിക്കിൽ കണ്ടപ്പോൾ കുറച്ചുകൂടെ ചെറുതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഇത് കൊള്ളാം, നല്ല രസമുണ്ട്. അത്യാവശ്യം അറിയാലോ ഇതുപോലത്തെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ വെയിറ്റ് നമുക്ക് ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സിൻ്റെയൊക്കെ കൂടെ അത് മാച്ച് ചെയ്ത് പോകുന്ന ഒരു ബാഗാണ്. പക്ഷെ ട്രഡീഷണൽ വെയറിൻ്റെ കൂടെ ഇത് അത്ര സുഖമല്ല. കുറച്ച് നമുക്ക് ബീച്ച് വെയർ അല്ലെങ്കിൽ നമ്മൾ ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ ഇത് ഭയങ്കര നല്ല ഓപ്ഷൻ ആയിരിക്കും. പിന്നെ ഇതിൽ ഇപ്പം നിങ്ങൾ കോഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ലിങ്ക് വെച്ചിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ നോക്കുമ്പോൾ ഇതിൽ ഹുക്ക് കാണാൻ പറ്റും. അതായത് ഹുക്കോടെ കാണിക്കുന്നുണ്ട് അവർ പിക്ചറിൽ, പക്ഷെ എനിക്ക് കിട്ടിയില്ല, അങ്ങനെ ഹുക്കൊന്നുമില്ല. ഇത് ഈ സംഭവം, ഈ സ്ലിങ് ഇതിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുക. അതുകൊണ്ട് തന്നെ എനിക്കിത് റിമൂവ് ചെയ്തിട്ട് ഇതിങ്ങനെ ഒരു പേഴ്സ് പോലെയൊന്നും എനിക്കിത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഈ ഒരു സ്ലിങ്ങോട് കൂടി തന്നെയാണ്. പിന്നത്തെ കാര്യം, ഈ സംഭവത്തിന് അത്യാവശ്യം നല്ല ലെങ്തിയാണ്, നല്ല നീളം ഉണ്ട്, ചെറുതല്ല. എനിക്ക് ഇത് ഇച്ചിരി ലെങ്തി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് നല്ല ഹൈറ്റ് ഉള്ളവർക്ക് ഇത് ഓക്കെ ആയിരിക്കും. പിന്നത്തെ കാര്യം, ഇതിൽ ആകെ ഒരു കമ്പാർട്ട്മെൻ്റാണ് വരുന്നത്. ഇങ്ങനെയാണ്, ഇത്ര വലുപ്പം ഉണ്ട് കേട്ടോ. നമുക്കൊരു രണ്ട് ഫോൺ അതുപോലെ നമ്മുടെ അത്യാവശ്യം സംഭവങ്ങൾ, സ്റ്റഫുകളെല്ലാം തന്നെ നമുക്ക് ഇതിൽ വെക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാനാണെങ്കിൽ മസ്റ്റ് ബൈ ആയിട്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മസ്റ്റ് ബൈ ആയിട്ട് തന്നെ ഞാൻ പറയും ദാറ്റ് ഇത് നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 272 272 രൂപയ്ക്കാണ് നമുക്ക് മീഷോയിൽ നിന്ന് ഈ ഒരു ബാഗ് കിട്ടുന്നത്. ഇതിൻ്റെ വലിപ്പമൊക്കെ മനസ്സിലായില്ലേ, ഇത്ര വലിപ്പമാണ് വരുന്നത്. പിന്നെ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് ഒരുപാട് സാധനങ്ങൾ കൊള്ളത്തില്ല, കാരണം ഇത് ഇങ്ങനെയാണ്, നമുക്ക് ഇതുപോലെയാണ് ഇതിൻ്റെ സൈഡ് കണ്ടില്ല, ഇതിൻ്റെ സൈഡ് കണ്ടില്ല എന്നുവെച്ചാൽ ഇതില്ല. പക്ഷെ ഫോൺ ഇപ്പോൾ 2 ഫോണൊക്കെ നമുക്ക് ഇതിൽ ഇടാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അത്യാവശ്യം ഇപ്പോൾ ഒരു പേഴ്സ് ഇടാൻ പറ്റും, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അത്രയൊക്കെ ഉള്ള വലിപ്പം അല്ലെങ്കിൽ അത്രയുള്ള കപ്പാസിറ്റിയാണ് ഇതിലുള്ളൂ. സോ അപ്പം നമ്മുടെ ഈ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു സോ മച്ച്. ടാറ്റാ ബൈ ബൈ.